നമസ്കാരം. ചില പ്രത്യേക ഇടവേളകളിൽ പാകിസ്ഥാൻ തീറ്റിപ്പോറ്റുന്ന ഭീകരവാദികൾ പലപ്പോഴും ജമ്മു കശ്മീരിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ നടത്താറുണ്ട്. നമ്മുടെ നിരവധി സൈനികരാണ് ഈ ആക്രമണങ്ങളിൽ വീരമൃത്യു പോകുന്നത്. മാത്രമല്ല, നിരവധി ഭീകരരെ വധിക്കാറുമുണ്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യം. ചില മേഖലകളിൽ സൈനികർ പ്രത്യേകമായ ഓപ്പറേഷനുകൾ നടത്തി നിരവധി ഭീകരരെ ഇല്ലാതാക്കിയിട്ടുണ്ട്, നിരവധി ഭീകരരെ പിടിച്ചിട്ടുണ്ട്. താഴ്വാരങ്ങളിലും വനമേഖലകളിലുമൊക്കെ തന്നെ ഈ ഭീകരന്മാരുടെ ഒളിത്താവളങ്ങൾ പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ സൈന്യം കണ്ടെത്തുകയും അവരെ തുരത്തുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിശക്തമായ ഒരു നീക്കമാണ് ഇന്ത്യൻ സൈന്യം, പ്രത്യേകിച്ചും കരസേന, ആ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും വീണ്ടും പലതരത്തിലുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ അസ്വസ്ഥത പടർത്താൻ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരവാദികൾ, നിരവധി ഭീകര ഗ്രൂപ്പുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ജമ്മുകശ്മീർ പോലീസും ഇന്ത്യൻ സൈന്യവും ജാഗരൂകരായി അതിർത്തിയിൽ ഇപ്പോഴും നിലകൊള്ളുകയാണ്. അവർ അവിടെ ജാഗരൂകരായി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സമാധാനത്തോടെ കഴിയുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ജമ്മുകശ്മീരിൽ ആക്രമണം തുടരുന്ന പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരന്മാരെ തുരത്താൻ ഓപ്പറേഷൻ സർവശക്തി എന്ന പേരിൽ ഒരു പുതിയ സൈനിക നീക്കം ഇന്ത്യൻ കരസേന ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഓപ്പറേഷൻ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഭീകരരെ തുരത്തുക, ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പുതിയ നീക്കം. കശ്മീരിലെ പിർ പാഞ്ചൽ പർവ്വത നിരകളുടെ ഇരുഭാഗത്തുമുള്ള ഭീകരന്മാരെ അമർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇന്ത്യൻ കരസേന ഈ പുതിയ ദൗത്യത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. രജൌറി, പൂഞ്ച് മേഖലകളിൽ സമീപകാലത്തായി തീവ്രവാദികളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് കരസേന ഈ ഒരു നിർണായക നീക്കത്തിന് തയ്യാറെടുക്കുന്നത്. പല മേഖലകളിലും ഭീകരന്മാർ ഒളിച്ചിരിപ്പുണ്ട്, അവർക്കവിടെ താവളങ്ങളുണ്ട്, അവർക്ക് ആരൊക്കെയോ പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ശ്രീനഗർ ആസ്ഥാനമായുള്ള ചിനാർ കോർപ്സ്, നഗ്രോത്ത ആസ്ഥാനമായ വൈറ്റ് നൈറ്റ് കോർപ്സ് എന്നിവ ഒരേ സമയം സൈനിക നീക്കങ്ങൾ നടത്തുമെന്നാണ് ഇപ്പോൾ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ജമ്മുകശ്മീർ പോലീസ്, CRPF, പ്രത്യേക ദൗത്യ സംഘം, രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നിവയും ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകും, ഓപ്പറേഷൻ സർവശക്തിയുടെ ഭാഗമാകും. ഇതേ മേഖലയിൽ നിന്ന് തീവ്രവാദികളെ ഒഴിപ്പിക്കാനായി 2003 നടത്തിയ ഓപ്പറേഷൻ സർപ്പ വിനാശിന് സമാനമായ ദൗത്യം തന്നെയാണ് ഓപ്പറേഷൻ സർവശക്തി. 2003 ഓപ്പറേഷൻ സർപ്പ വിനാശ് എന്ന് പറയുന്ന അതിവിജയകരമായൊരു ദൗത്യം. നിരവധി ഭീകരന്മാരെയാണ് തുരത്തിയത്, നിരവധി ഭീകരന്മാരെ വധിക്കുകയും ചെയ്തു. ഇന്ത്യൻ കരസേനയുടെ തന്നെ അതിവിദഗ്ധമായ ഒരു ഓപ്പറേഷനായിരുന്നു 2003 നടന്ന സർപ്പ വിനാശ്. ജമ്മുകശ്മീർ മേഖലയിലെ ഭീകര പ്രവർത്തനങ്ങൾ 2003 ഈ ഒരു ദൗത്യത്തിന് ശേഷം ഏതാണ്ട് അവസാനിച്ചതായി കരസേനാ മേധാവി മനോജ് പാണ്ഡെ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നിലവിൽ ഇതിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം ഭീകരർ നടക്കുന്നതായി സൂചനയുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ നടന്ന ഏറ്റുമുട്ടലുകളിൽ 20ഓളം ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഡിസംബറിൽ സൈനിക വാഹനം സ്ഫോടനത്തിൽ തകർത്ത സംഭവത്തിൽ മാത്രം 4 ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടമായി. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കരസേന പുതിയ ദൗത്യത്തിന് തുടക്കമിട്ടിരിക്കുന്നത്, ഓപ്പറേഷൻ സർവശക്തിയും എടുത്തുകൊണ്ട് ഭീകരരെ തുരത്തി ഓടിക്കുക, അവരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ മേഖലയിൽ സമാധാനം കൊണ്ടുവരിക. ജമ്മുകശ്മീർ ഇപ്പോൾ ഏതാണ്ട് ശാന്തമാണ്. അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകര ഗ്രൂപ്പുകളുടെ ശ്രമമാണ് ഇപ്പോൾ പലപ്പോഴായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കരസേന ഈ ഒരു പുതിയ ദൗത്യം ആരംഭിക്കുന്നത്, ഓപ്പറേഷൻ സർവശക്തി.